പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ സമീപത്തുനിന്ന് മണൽ നീക്കം ചെയ്ത് ആഴം കൂട്ടാനുള്ള ശ്രമം തടയണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിൽ വ്യാപകമായ അപാകതകൾ നടന്നതായാണ് ആരോപണം. 69 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയായി 1 വർഷം പിന്നിട്ടെങ്കിലും പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ തുറന്നുകൊടുത്തിട്ടില്ല. പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. പരാതിയിൽ ജില്ലാ കളക്ടർ നിയോഗിച്ച സാങ്കേതിക സമിതി പരിശോധന നടത്തുകയും ഏതെങ്കിലും ഏജൻസികളെ കൊണ്ട് വിദഗ്ധ പരിശോധന നടത്തണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ വിദഗ്ധ പരിശോധന നടത്തുന്നതിന് മുമ്പ് തന്നെ മണൽ നീക്കം ചെയ്ത് പുഴയുടെ ആഴം കൂട്ടാനുള്ള നീക്കം നിർമ്മാണത്തിലെ അപാകത മറച്ചുവെക്കാനാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ നിയോഗിച്ച ഒരു സമിതി ഇവിടെ വന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പരിശോധന നടത്തുകയുണ്ടായി. ഡ്രോയിങ്ങുകൾ പരിശോധിച്ചപ്പോൾ അതിന് 2 മീറ്ററോളം ഉയരവ്യത്യാസമുള്ളതായിട്ട് അവർ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഈ 2 ഏജൻസികളെ അവർ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏജൻസികളെ എത്തി ഇവിടുന്ന് പരിശോധന നടത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ പാലത്തിൻ്റെ ചുവട്ടിലുള്ള മണലൊക്കെ പെട്ടെന്ന് നീക്കുന്ന ഒരു പണിക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർ മണൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ ചുമതലയുള്ള കിഡ്കോ നൽകിയ റിപ്പോർട്ട് പരസ്പര വിരുദ്ധമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കൃത്യമായ പരിശോധന നടത്തുന്നതുവരെ മണലെടുപ്പ് നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മീഡിയ 1 മലപ്പുറം.